വർഷങ്ങളായി കടലിൽ വീണുകിടന്നിരുന്ന മരത്തടികൾ കരയ്ക്ക് കയറ്റി. ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെയും കടൽ സന്ദർശകരുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് സാം മന്നലാംകുന്നിന്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയത്. കടലിൽ വീണുകിടന്നിരുന്ന കാറ്റാടി മരങ്ങളും തെങ്ങിൻ തടികളും മറ്റു മരങ്ങളുടെയും വലിയ തടികളുമാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കടലിൽ നിന്നും തീരത്തേക്ക് മാറ്റിയത്. മന്നലാംകുന്ന് മുതൽ അകലാട് ബദർപള്ളി ബീച്ച് വരെയുള്ള സ്ഥലങ്ങളിലെ മരത്തടികളാണ് കരയ്ക്ക് കയറ്റിയത്. ഫോറസ്ട്രി വകുപ്പ് കടൽക്കരയിൽ വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും തെങ്ങുകളും മറ്റു തടികളും തീരം കടൽ കവരുന്നതിന്റെ ഭാഗമായി കടപുഴകി വീഴുകയും ഇത് അവിടെ കിടന്ന മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളും വലകളും മറ്റും നശിക്കുന്നതും പതിവായിരുന്നു. ഇത് നീക്കം ചെയ്യാൻ നിരവധി തവണ അധികൃതരോട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തുകയും ചെറിയ കുട്ടികളടക്കം കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലവും കൂടിയായതിനാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സാം മന്നലാംകുന്ന് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. നിരവധി വലിയ തടികളാണ് കടലിൽ നിന്നും കരയ്ക്ക് കയറ്റിയത്. പ്രവർത്തകരായ സാം പ്രസിഡന്റ് ഫറാസ് ചക്കോലയിൽ, അൽഫൽ കുളത്തിങ്കൽ, NA നബീൽ, അർഷാദ് ചക്കോലയിൽ, RS ഷക്കീർ, VC ഫിറോസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ഇനിയും കടലിൽ ഇറങ്ങുന്ന സ്ഥലത്ത് തടികൾ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും തുടർ പ്രവർത്തനം നടത്തി ഇവ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ തുടരുമെന്ന് സാം മന്നലാംകുന്ന് പ്രവർത്തകർ പറഞ്ഞു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ തടസ്സമായ മരങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി പ്രതിനിധി അക്ബർക്കൊക്കെ സാമിനെ ബന്ധപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായി ക്ലബ്ബ് ഫണ്ട് സംഘടിപ്പിക്കുകയും JCB ഏൽപ്പിക്കുകയും തുടർന്ന് മരങ്ങളെല്ലാം കരക്കടുപ്പിച്ചു. അത് അവർക്ക് വളരെ ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ വരുന്നൊരു മേഖലയാണ്. ടൂറിസ്റ്റുകൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അവരുടെ കാൽകളിലും മറ്റുള്ള